ഹലോ എവറി വൺ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്തു, സ്റ്റാർട്ട് എഡിറ്റിംഗ് കൊടുത്തു, ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്തു, അത് റിലീസ് ചെയ്തു, സേവ് പേപ്പർ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലൈസ് ചെക്ക് ചെയ്തു, ഫൈനലൈസ് കണ്ടൻറ്റ് കൊടുത്തു, വാലിഡേറ്റ്, ഇതെല്ലാം ഈ എല്ലാ ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ഒരു പെർട്ടിക്കുലർ ഫസ്റ്റ് തിങ്, ഗോ ടു എക്സാം പ്ലാനർ. ഈ എക്സാം പ്ലാനറിൽ പോയിട്ട് നമ്മളുടെ പ്രോപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കിടക്കുന്നത് പീരിയോഡിക് ടെസ്റ്റ് 1 എന്ന് പറയുന്ന ടാബിൻ്റെ അടിയിലായിരിക്കും. ഈ ടെസ്റ്റ് ഫൈനൽ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൂഫ് റീഡിങ്ങിന് തൊട്ട് മുമ്പ് കിടക്കുന്നതാണ് പീരിയോഡിക് ടെസ്റ്റ് ഫൈനൽ പേപ്പേഴ്സ്. അപ്പം നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യം ചെയ്യേണ്ടത്, ഏതാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഈ മൂവ് ടു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് പീരിയോഡിക് ടെസ്റ്റ് ഫൈനൽ പേപ്പർ എന്ന് പറയുന്ന ഒരു ടാബ് കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ മോഡിലേക്ക് പോകും. ഞാൻ അൺഅസൈൻഡിൽ നിന്ന് പറഞ്ഞ് കാണിച്ചു തരാം. ഇപ്പം ഇതിനകത്ത് ഇപ്പം PT17 ഹിന്ദി എടുത്ത് പീരിയോഡിക് ടെസ്റ്റ് ഫൈനൽ പേപ്പർ കൊടുക്കുകയാണെങ്കിൽ അത് ഇവിടെ ആഡായിട്ടുണ്ട്. കണ്ടോ, PT1 ക്ലാസ് 7 ഹിന്ദി എന്ന് പറഞ്ഞിട്ട് പീരിയോഡിക് ടെസ്റ്റ് ഫൈനലിനകത്തേക്ക് ആഡായിട്ടുണ്ട്. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതും ചെയ്ത് കഴിയുമ്പം നമ്മൾ വീണ്ടും ഫൈനൽ പേപ്പറിൽ പോവുക. പീരിയോഡിക് ടെസ്റ്റ് ഫൈനൽ പേപ്പർ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഫയൽ എടുക്കുക. അതിനകത്തുനിന്ന് മാനേജ് ക്ലിക്ക് ചെയ്യുക. മാനേജ് ക്ലിക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ ഫൈനലായിട്ട് ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂഫ് റീഡിങ്ങിന് കൊടുക്കണ്ടേ. അതിന് ചെയ്യേണ്ട കാര്യം, ഇവിടെ ഓൾറെഡി ടീച്ചേഴ്സ് ഉണ്ടാവും, അവരുടെ ലിസ്റ്റ് ഇവിടെ ആയിരിക്കും വരുന്നത്. ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. അപ്പം ഇവിടെ പ്രൂഫ് റീഡിങ്ങിന് ആൾക്കാരുടെ പേര് കാണും, അത് ക്ലിക്ക് ചെയ്യുക. റീഡ് പെർമിഷൻ അല്ലെങ്കിൽ റീഡ് ഓർ റൈറ്റ് പെർമിഷൻ കൊടുക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഈ മെസ്സേജ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, എക്സാം പ്ലാനറിൽ പോയിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പീരിയോഡിക്, നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, ഇവിടെ 3 ഉണ്ട്. നമ്മളുടെ ഫൈനലായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഞാൻ പീരിയോഡിക് ടെസ്റ്റ് 1 ഇട്ടിട്ടുണ്ട്. ആ പീരിയോഡിക് ടെസ്റ്റ് 1 എഡിറ്റ് കഴിഞ്ഞ ഫയലിനെ പീരിയോഡിക് ടെസ്റ്റ് ഫൈനൽ പേപ്പർ എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് മാറ്റണം. അപ്പം അതിന് നമ്മൾ എക്സാം പ്ലാനറിൽ പോയിട്ട് മാറ്റുക. ദെൻ അഗെയിൻ നമ്മൾ ഫൈനൽ പേപ്പറിൽ വന്നു മാനേജിൽ പോയിട്ട് ആ പേപ്പർ നമുക്ക് പ്രൂഫ് റീഡ് ചെയ്യുന്നത് ആർക്കാണോ അയാൾക്കൊന്ന് ഷെയർ ചെയ്യാനും കൊടുക്കുക. താങ്ക് യു.